തിരുവനന്തപുരം വെള്ളയമ്പലത്ത് സ്വകാര്യ ബസ് മതിലിലേക്ക് ഇടിച്ചു കയറിയ അപകടം, നിരവധി പേർക്ക് പരിക്കുണ്ട്. നമുക്ക് പ്രതീഷിന്റെ റിപ്പോർട്ട് കാണാം. നമ്മള് ഫ്രണ്ടിലേക്ക് നോക്കിയിരിക്കണു, പുള്ളി പെട്ടെന്ന് ഒരു വെട്ടിക്കൽ ഓടിക്കണു, ഇതുമ്പോ കയറണു, ആൾക്കാർ നിലവിളിക്കണു, വീഴണു. ഇത്ര നമ്മൾ കണ്ട. ബ്രേക്ക് കിട്ടിയതാണെന്ന് എനിക്ക് സംശയമില്ല, കാരണം അത്ര നേരം ഓടിക്കൊണ്ടിരുന്ന വണ്ടിയല്ലേ. സ്പീഡൊന്നുമില്ല, നോർമൽ സ്പീഡുണ്ടായിരുന്നു. ആൾക്കാർക്ക് പരിക്കുണ്ട്, കണ്ടക്ടർക്ക് പരിക്കുണ്ട്, കുറച്ച് പേർക്ക് മുട്ടിൽ നട്ടലൊക്കെ ഉണ്ട്. 3-4 പേര് ഞാൻ പല ഓട്ടോറിക്ഷ വിളിച്ച് ഞാൻ കയറ്റി വിട്ടിട്ടുണ്ട്. കാരണം ഞാൻ ഇവിടുത്തുകാരനല്ല, അങ്കമാലിക്കാരനാണ്. ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോണതാണ്. MG പ്രതീഷ് വിവരങ്ങൾ നൽകാനുണ്ട്. പ്രതീഷ്, ഈ സ്വകാര്യ വാഹനമാണോ നിയന്ത്രണം തെറ്റി മതിലിൽ ഇടിച്ചത്? എന്താണ് ഈ അപകടത്തിനുള്ള കാരണം? പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ്? നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് വെള്ളയമ്പലത്തെ അപകടത്തിൽ? ഗോപികൃഷ്ണൻ, ഈ അപകടം നടന്ന വാഹനത്തിൽ ഉണ്ടായിരുന്ന ഒരു യാത്രക്കാരന്റെ പ്രതികരണമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. വൈകിട്ട് 3 മണിയോടെയാണ് വെള്ളയമ്പലം ജംഗ്ഷനിൽ സ്വകാര്യ ബസ് അപകടത്തിൽപ്പെടുന്നത്. കിഴക്കേക്കോട്ടയിൽ നിന്ന് വഴയില ഭാഗത്തേക്ക് പോയ സ്വകാര്യ ബസ്സാണ് വെള്ളയമ്പലം ജംഗ്ഷന് സമീപം നിയന്ത്രണം വിട്ട് തൊട്ട് സമീപത്തുള്ള മതിലിലേക്ക് ഇടിച്ചു കയറിയത്. 30-ലധികം യാത്രക്കാർ ഈ സ്വകാര്യ ബസ്സിലുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായായിരുന്നു ഈ അപകടം സംഭവിച്ചത്. ബസ്സിലെ ഡ്രൈവർ പറയുന്നത് ഈ ബ്രേക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ടു, അങ്ങനെയാണ് തിരിച്ച് മതിലിലേക്ക് ബസ് ഇടിച്ചു നിർത്തിയത് എന്നതാണ്. ഈ 30ഓളം യാത്രക്കാരിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ മുഖത്തും നട്ടെല്ലിനും കൈക്കുമടക്കം പരിക്കേറ്റിട്ടുണ്ട്. കണ്ടക്ടർക്കും ഗുരുതരമായി പരിക്കേറ്റു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തുടർന്ന് ഈ ആംബുലൻസ് എത്തിയാണ് പരിക്കേറ്റവരെ തൊട്ടടുത്തുള്ള പേരൂർക്കട ആശുപത്രിയിലേക്കും പിന്നീട് ജനറൽ ആശുപത്രിയിലേക്കും മാറ്റിയത്. പ്രായമായവരും വിദ്യാർത്ഥികളും അടക്കം ഈ ബസ്സിലുണ്ടായിരുന്നു. പിന്നീട് ഈ ഫയർഫോഴ്സും പോലീസും എത്തിയാണ് ഈ ബസ്സിനെ അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമമുണ്ടാവുകയും പിന്നീട് ബസ്സിനെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. ഈ ഇടിയുടെ ആഘാതത്തിൽ ബസ്സിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. വെള്ളയമ്പലം ജംഗ്ഷന് സമീപമായിരുന്നു ഈ അപകടത്തിന് പിന്നാലെ ഏറെ നേരം വലിയ തരത്തിൽ ഗതാഗത കുരുക്കുണ്ടായിരുന്നു. പിന്നീടാണ് പോലീസും ഫയർഫോഴ്സും ഇടപെട്ട് ഈ ബസ് അവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ പരിക്കേറ്റ ആളുകളിൽ വലിയ തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടില്ല. പക്ഷേ സാരമായ പരിക്ക് നിരവധി പേർക്ക് ഉണ്ട് എന്നതാണ് ആശുപത്രിയിൽ നിന്നടക്കം നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ദൂര യാത്രക്കാർ അടക്കം ഈ ബസ്സിലുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് മറ്റ് വാഹനങ്ങളിൽ കയറ്റി, സ്വകാര്യ വാഹനങ്ങളിലടക്കം കയറ്റിയാണ് ഈ സ്ഥലത്ത് നിന്ന് യാത്രക്കാരെ അടക്കം മാറ്റിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ ബസ് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഈ പരിക്കേറ്റവർക്കടക്കം കൃത്യമായ ചികിത്സ നൽകി എന്നതാണ് ആശുപത്രിയിൽ നിന്ന് അടക്കം നമുക്ക് ലഭിക്കുന്ന വിവരം. ഗോപികൃഷ്ണൻ. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്തുണ്ടായ അപകടത്തിന്റെ വിവരങ്ങൾ നൽകിയത്.